സോ നമ്മുടെ ഈ പറയുന്ന മെറ്റാസ്പോർട്ട് ഫ്രെയിംവർക്കിനെ മെയിനായിട്ടുള്ള 5 പില്ലേഴ്സ് അല്ലെങ്കിൽ 5 കമ്പോണൻസ് ഉണ്ട്. അതാണ് എക്സ്പ്ലോയിറ്റ്, പേലോഡ്, ഓക്സിലറി, പോസ്റ്റ് ആൻഡ് എൻകോഡർ. ഹലോ എവരിവൺ, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇതിൻ്റെ ഹാക്കിംഗ് ഫ്രം സീറോ ടു ഹീറോ ലെവലിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിന് കാരണം പ്രീവിയസ് സെഷനിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഒരു അറ്റാക്കർ എങ്ങനെ ഒരു വിക്ടിമിനെ മനസ്സിലാക്കുന്നു, അതായത് അവരുടെ ഡിവൈസിൻ്റെ പോർട്ട് നമ്പർ ഏതൊക്കെയാണ്, അവരുടെ സർവീസസിൻ്റെ വേർഷൻ ഏതൊക്കെയാണ് തുടങ്ങിയ എല്ലാം മനസ്സിലാക്കി അതിനുശേഷം അവരുടെ വൾനറബിലിറ്റീസ് നമ്മൾ എൻമാപ്പിൻ്റെ അഡ്വാൻസ് മെത്തേഡിങ്ങായ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഈ വൾനറബിലിറ്റീസ് അറ്റാക്കർ ഫൈൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ഈ വൾനറബിലിറ്റീസ് ഫൈൻഡ് ചെയ്തതിന് ശേഷം ഇനി എന്ത്? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഒരു പക്ഷേ നിങ്ങളുടെ മെഷീനിൽ അല്ലെങ്കിൽ ഒരു വിക്ടിമിൻ്റെ മെഷീനിൽ ഒന്നിൽ കൂടുതൽ വൾനറബിലിറ്റീസ് ഉണ്ടാകാം. ഈ വൾനറബിലിറ്റി എല്ലാം അറ്റാക്കർ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത്? ഇതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇനിയുള്ള സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്രോച്ച് അല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഇൻട്രൊഡക്ഷൻ സെഷൻ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഈ പറയുന്ന ഫ്രെയിംവർക്ക്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂളിൻ്റെ പേര് മെറ്റാസ്പ്ലോയിറ്റ് എന്നാണ്. ഈ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് എന്താണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ് തുടങ്ങിയ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇതിൻ്റെ തിയററ്റിക്കൽ കണ്ടൻറ്റ് കവർ ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു സെഷനിൽ വേണ്ട നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സെഷനിൽ അതിനെയൊക്കെ റീകോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഇതാണ് ഫ്രെയിംവർക്ക്. സോ എന്താണ് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക്, അതിൻ്റെ ഉപയോഗം എന്താണ് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം. സോ അറ്റ് ഫസ്റ്റ് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് സ്റ്റാർട്ട് ചെയ്തത് HT മോർഗൻ എന്ന് പറയുന്ന ഒരാളാണ്. ഇത് 2003 ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഒരു ടൂൾ ഇംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ടൂൾ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക്, ഇതിനെ നമുക്കൊരു ടൂൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതിനൊരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നതാണ് അതിൻ്റെ ബെറ്റർ ചോയ്സ്. സോ അതിൻ്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നാൽ ഈ ഒരു ഫ്രെയിംവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മുമ്പായിട്ട് തന്നെ പല അറ്റാക്സിന് ഇപ്പം നമുക്കൊരു വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്തു. SH പോലൊരു വൾനറബിലിറ്റി ഉണ്ട്, SH പോലൊരു വൾനറബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ FTP പോലൊരു വൾനറബിലിറ്റി ഉണ്ട്. സോ ഈ വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഒരു ഹാക്കർ മാനുവലി അയാളുടെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യണമായിരുന്നു. സോ ഇത് ഒരു ടൈം ടേക്കിംഗ് പ്രോസസ് ആയിരുന്നു. സോ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു വൾനറബിലിറ്റി ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് AI ടൂൾസ് ഉണ്ട്. നമുക്ക് AI ടൂൾസ് വെച്ച് നമുക്ക് വൾനറബിലിറ്റീസ് ഇപ്പോൾ നമുക്കൊരു FTP 2.3.4 തുടങ്ങിയ വേർഷന് വേണ്ടി എന്തൊരു വൾനറബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ AI ടൂൾ അതിൻ്റെ വൾനറബിലിറ്റീസ് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, സോ ഇതൊരു വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പോസിബിൾ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഒരു വൾനറബിലിറ്റിയെക്കുറിച്ച് അറിയണമെങ്കിൽ അവരെ റിസർച്ച് ചെയ്ത് അത് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. എന്നാൽ ഈ ഫ്രെയിംവർക്ക് വന്നതോടുകൂടി ഈ ഒരു ഓപ്പറേഷൻസ് എല്ലാം വളരെ എളുപ്പമായി. ഈ ഒരു ഫ്രെയിംവർക്ക് 2 ടൈപ്സ് ഉണ്ട്. അതായത് ഇതിൻ്റെ കമ്മ്യൂണിറ്റി എഡിഷൻ ഉണ്ട്, അതുകൂടാതെ തന്നെ ഇതിൻ്റെ പ്രൊഫഷണൽ എഡിഷനും ഉണ്ട്. സോ നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രൊഫഷണൽ എഡിഷൻ എപ്പോഴും പെയ്ഡാണ്. ഇതൊരു പെയ്ഡാണ്. എന്നാൽ നമ്മളുടെ കാലി മെഷീനിൽ നമുക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ ഓൾറെഡി റണ്ണിങ് ആണ്. നമ്മുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ആവശ്യമേ വരികയുള്ളൂ. സോ ഈ പറയുന്ന മെറ്റാസ്പോർട്ട് ഫ്രെയിംവർക്ക്, ഇതിന് എന്തുകൊണ്ടൊരു ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഈ ഒരു ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസിന് മുമ്പായിട്ട് ഒരു വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ അറ്റാക്കർക്ക് അതിൻ്റെ കോഡ്സ് എല്ലാം മാനുവലി റൈറ്റ് ചെയ്യണമായിരുന്നു. എന്നാൽ ഇവിടെ കോഡ് റൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് അറ്റാക്കർക്ക് മാത്രമല്ല. സോ പെനിട്രേഷൻ ടെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് തുടങ്ങിയ ജോബ് പ്രൊഫൈലുള്ള ആളുകൾക്കും ഇതേപോലെ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരും. അപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ഫ്രെയിംവർക്ക്സ് എല്ലാം ഉപയോഗപ്പെട്ടിട്ടുള്ളത്. സോ ഈ ഒരു ഫ്രെയിംവർക്കിൽ എല്ലാ തരത്തിലുള്ള വൾനറബിലിറ്റിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഉണ്ട്. അതെങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നുള്ള ഗൈഡ് ലൈൻസും ഉണ്ട്.
സോ ഇതൊരു യൂണിവേഴ്സൽ റിമോട്ട് പോലെയാണ്. നമുക്കിപ്പോൾ ഒരു റിമോട്ടുണ്ട്. ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് യൂണിവേഴ്സലി എല്ലാ ടിവിയും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മളുടെ മെറ്റാസ്കോപ്പ് ഫ്രെയിംവർക്ക്. അതിന് കാരണം നമുക്ക് ഈ ഒരു ഫ്രെയിംവർക്കിനെ നോക്കൂ. ഈ ഒരു ഫ്രെയിംവർക്കിനെ ഇവർ പറയുന്നത് സ്വിസ് ആർമി ടൂൾ എന്നാണ്, അല്ലെങ്കിൽ സ്വിസ് ആർമി നൈഫ് എന്നാണ്. അതിന് മെയിൻ കാരണം ഇതിൻ്റെ കമ്പോണൻസ് തന്നെയാണ്. സോ ഈ ഒരു ടൂളിനെ ഇവർ വിശേഷിപ്പിക്കുന്നത് സ്വിസ് ആർമി നൈഫ് എന്നാണ്. ഈ നൈഫ് നോക്കിയാൽ മനസ്സിലാവും നമുക്കിതിനുള്ളിൽ പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. നൈഫുണ്ട്, സിസറുണ്ട്, അങ്ങനെ പല ഐറ്റംസ് കൂടിയാണ് സ്വിസ് ആർമി നൈഫ് എന്ന് പറയുന്ന ഈ ടൂൾ. അതേപോലെയാണ് നമ്മുടെ ഫ്രെയിംവർക്കും. സോ ഈ ഒരു ഫ്രെയിംവർക്ക് ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഫ്രെയിംവർക്ക്. ഇതിനെ ടൂൾ എന്ന് വിളിക്കാതെ എന്തുകൊണ്ട് ഇതിനെ ഫ്രെയിംവർക്ക് എന്ന് വിളിക്കുന്നു? അറ്റ് ഫസ്റ്റ് ഒരു ടൂൾ എന്ന് വെച്ചാൽ നമുക്കൊരു സിംഗിൾ ആക്ടിവിറ്റി ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഉപകരണമായിട്ട് നമുക്ക് കണക്കാക്കാം. സോ അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ടൂൾ ഉപയോഗിക്കാം. എന്നാൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈനാണ്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട ഒരു കാര്യമാണ് ബ്ലൂ പ്രിൻറ്റ്. ഈ ബ്ലൂ പ്രിൻറ്റ് നോക്കി നമുക്ക് മനസ്സിലാവും നമുക്ക് ഏത് സ്റ്റേജൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കൺസ്ട്രക്ഷൻ എവിടം വരെയായി, നമുക്ക് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ പ്ലാൻ ശരിയാണ് പോകുന്നത് തുടങ്ങിയ എല്ലാ കാര്യവും നമുക്ക് ഈ ബ്ലൂ പ്രിൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. സോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ബ്ലൂ പ്രിൻറ്റിന് എന്തുമാത്രം വേരിയേഷൻ ഉണ്ടെന്ന് നോക്കി നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാനൊക്കെ പറ്റും. സോ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ആ ബ്ലൂ പ്രിൻറ്റിൽ ഉണ്ടാവും. അതേപോലെയാണ് ഈ ഒരു മെറ്റാസ്കോപ്പ് ഫ്രെയിംവർക്കും. ഈ ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ നമുക്ക് ഒരുപാട് വൾനറബിലിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. സോ അതിനുള്ള പേലോഡ്സ് അവൈലബിൾ ഉണ്ട്. പേലോഡ്സ് ഇനിയിപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള സ്കാനേഴ്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്വിസ് ആർമി ടൂളാണ് നമ്മളുടെ, അല്ലെങ്കിൽ സ്വിസ് ആർമി നൈഫാണ് നമ്മളുടെ ഈ പറയുന്ന മെറ്റാസ്കോപ്പ് ഫ്രെയിംവർക്ക്. സോ ഇതിൽ ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഗൈഡ്ലൈൻസും തരുന്നതാണ് ഒരു ബ്ലൂ പ്രിൻ്റ്. അതേപോലെയാണ് ഈ പറയുന്ന മെറ്റാസ്കോപ്പ് ഫ്രെയിംവർക്ക്. സോ ഇവിടെ നോക്കൂ, ദ കോർ ആർക്കിടെക്ചർ. സോ നമ്മുടെ ഈ പറയുന്ന മെറ്റാസ്കോപ്പ് ഫ്രെയിംവർക്കിനെ മെയിനായിട്ടുള്ള 5 പില്ലേഴ്സ് അല്ലെങ്കിൽ 5 കമ്പോണൻസ് ഉണ്ട്. അതാണ് എക്സ്പ്ലോയിറ്റ്, പേലോഡ്, ഓക്സിലറി, പോസ്റ്റ് ആൻഡ് എൻകോഡർ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ചില ടേംസ്, പേലോഡ് തുടങ്ങിയ ടേംസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ നമുക്ക് ഇവിടെ കസ്റ്റമർ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പറയുന്ന ആർക്കിടെക്ചർ, എന്താണ് ഇതിൻ്റെ ഉപയോഗം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ പറയുന്ന എക്സ്പ്ലോയിറ്റ്, നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് ഡേ നമ്മൾ മെറ്റാസ്പ്ലോയിറ്റബിളിൻ്റെ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു OSൽ ഒരുപാട് വൾനറബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ കോഡ് ദാറ്റ് ഓപ്പൺ ദ ഡോർ, ഇതിനെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്ന FTP 2.3.4 എന്നൊരു വേർഷന് വൾനറബിലിറ്റി ഉണ്ട്. സോ ഇത് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഈ വൾനറബിലിറ്റിയെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്സ്പ്ലോയിറ്റ്. സോ ഈ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ഭാഗം, അതായത് നമുക്കൊരു വൈറസ്, നമുക്കറിയാം ഒരു വൈറസ് എന്ന് പറയുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ EXE ഫയൽ വളരെയേറെ ഡേഞ്ചറസ് ആണ്. എന്നാൽ ഈ ഒരു വൈറസ് .exe എന്ന ഫയൽ സിംഗിൾ ഫയലല്ല, ഇതിനുള്ളിൽ പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്. അതേപോലെ ഒരു മെയിൻ പാർട്ടാണ് നമ്മളുടെ എക്സ്പ്ലോയിറ്റ്. സോ ഈ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ഭാഗം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വൾനറബിലിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാകത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നൊരു പാർട്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെ പേലോഡ്. സോ ഈ ഒരു വൈറസ് ഫയൽ അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു മലീഷ്യസ് ഫയലിൽ ഒരു മെയിൻ പാർട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്പേസ് മിഷനിൽ നമ്മുടെ ISRO അല്ലെങ്കിൽ NASA പോലെയുള്ള ഏജൻസീസ് അവർ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. സോ ഇവിടെ അവർക്ക് മെയിനായിട്ടൊരു ക്യാരിയറുണ്ട്, ഒരു പക്ഷേ ഒരു സ്പേസ് ഷട്ടിലുണ്ട്. ഈ റോക്കറ്റ് എന്ന് പറയുന്നത് ഇതിനെ ക്യാരി ചെയ്യുന്ന ഒരു ബൂസ്റ്റർ ഒരു വെഹിക്കിൾ മാത്രമാണ്.
ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വെഹിക്കിളാണ്. ഇതാണ് സ്പേസിൽ എത്തിക്കേണ്ടത്. അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇതാണ് സ്പേസിൽ എത്തിക്കേണ്ടത്. ഇതാണ് പേലോഡ്. സോ ഇതേപോലെയാണ് നമ്മളുടെ എക്സ്പ്ലോയിറ്റ്. സോ വൈറസ് എന്ന് പറയുന്ന ഒരു ഫയലിനുള്ളിൽ ഒരുപാട് സബ് പ്രോഗ്രാംസ് ഉണ്ട്. അതിലെ മെയിൻ പാർട്ടാണ് എക്സ്പ്ലോയിറ്റ് പേലോഡ്. ഈ പേലോഡാണ് എല്ലാ ഓപ്പറേഷൻസും അവിടെ ചെയ്യുന്നത്. സോ ഞാൻ റോക്കറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ കാരിയറായിട്ട് സഞ്ചരിക്കുന്നത് മാത്രമാണ് റോക്കറ്റ്. മെയിൻ പാർട്ട് എപ്പോഴും അതിൽ സാറ്റലൈറ്റ് ആണ്, അല്ലെങ്കിൽ അതിലെ ഒരു സ്പേസ് ഷട്ടിലാണ്. സോ ഇതേപോലെ എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരു ഡോർ ഓപ്പണിംഗ് പ്രോഗ്രാം മാത്രമാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പേലോഡിന് റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എക്സ്പ്ലോയിറ്റ്. സോ പേലോഡാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. വാട്ട് യു ഡു വൺസ് ഇൻസൈഡ്. സോ ഒരു അറ്റാക്കർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഒരു ഡിവൈസിലെ ഇൻഫർമേഷൻ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുക, അതിന് കോപ്പി എടുക്കുക തുടങ്ങിയ ഓപ്പറേഷൻസിൻ്റെ മെയിൻ പാർട്ടെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പേലോഡ്. പിന്നെ ഇപ്പോൾ ഓക്സിലറീസ്, ദ ടൂൾ ഫോർ സ്കാനിങ് ആൻഡ് ഗ്യാതറിങ് ഇൻഫോ. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മെഷീനുമായിട്ട് കണക്ഷൻ കിട്ടി. ഓക്കെ, സോ ഇത് നമ്മളുടെ അറ്റാക്കർ മെഷീനാണ്. ഓക്കെ, ഇത് നമ്മളുടെ വിക്ടിം മെഷീൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓക്സിലറീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മെഷീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം അറ്റാക്കർക്ക് കിട്ടും. അതായത് നമുക്ക് ഇതിൻ്റെ OS ഏതൊക്കെയാണ്, ഇൻ കേസ് യൂസറിൻ്റെ ഇൻഫർമേഷൻ തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന ഓക്സിലറി വഴിയാണ്. ദ ടൂൾ ഫോർ സ്കാനിങ് ആൻഡ് ഗ്യാതറിങ് ഇൻഫോ, ഇതിനെയാണ് നമ്മൾ ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് പോസ്റ്റാണ്, ദ മാനേജർ. വാട്ട് ഡു യു ഡു ആഫ്റ്റർ വിന്നിങ്. സോ നമുക്കിപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം പോസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഗെയിനിങ് ആക്സ് നടന്നിട്ടുണ്ട്, അതിനുശേഷം വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ദ പോസ്റ്റ്. നമുക്ക് ഒരു പക്ഷേ എക്സ്പ്ലോയിറ്റ് റൺ ചെയ്തു. ഓക്കെ, എക്സ്പ്ലോയിറ്റ് പ്രോഗ്രാം അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ കണക്ഷൻ കിട്ടിയതിന് ശേഷം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഒരു പക്ഷേ വിക്ടിമിനെ മോണിറ്റർ ചെയ്യുകയാണ്, അതല്ലെങ്കിൽ വിക്ടിമിൻ്റെ പാസ്വേഡ്സ്, വിക്ടിം എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നത്, സോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവായിട്ട് മോണിറ്റർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ വിക്ടിമിൻ്റെ മെഷീൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ വെച്ചിട്ടാണ്. സോ ഇതാണ് ഇതിൻ്റെ പാർട്ട്. ലാസ്റ്റ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് എൻകോഡറാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു വൈറസിൻ്റെ കേസിൽ. സോ വൈറസിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മെറ്റാസ്പ്ലോയിറ്റ് പോലുള്ളൊരു പ്രോഗ്രാം ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് നമ്മളൊരു പേരോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ പേരോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ മെറ്റാസ്പ്ലോയിറ്റിലുള്ള പേരോഡ്സിനുള്ള ഇൻഫോ എല്ലാം ഓൾറെഡി നമ്മളുടെ വിൻഡോസ് പോലുള്ള ഡേറ്റ നമ്മുടെ ഡിഫൻഡറിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും. സോ നമുക്ക് ഇതിനെ നമുക്ക് നോൺ കോഡ്സ് എന്ന് പറയാം. നോൺ കോഡ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ആൻറ്റിവൈറസിൻ്റെ ഡേറ്റാബേസിലുണ്ട്. സോ നമുക്ക് ഈ പറയുന്ന നോൺ കോഡ്സ് ഉപയോഗിച്ച് ഒരു മാൽവെയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആൻറ്റിവൈറസ് ഇതിനെ ഫൈൻഡ് ചെയ്യും. സോ ഇത് വളരെ റിസ്കി ആയിട്ടുള്ള അപ്രോച്ചാണ്. നമുക്കൊരു അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന കോഡ്, അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ് ഓൾറെഡി ആൻറ്റിവൈറസിൻ്റെ ഡേറ്റാബേസിൽ ഉണ്ട്. സോ ഈ ഒരു കേസിൽ നമുക്ക് എന്തൊക്കെ ചെയ്താലും ആൻറ്റിവൈറസ് അതിനെ ഫൈൻഡ് ചെയ്യും. എന്നാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോഡ്, അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ് എൻകോഡ് ചെയ്താലോ? എൻകോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഡേറ്റ എല്ലാം നമുക്ക് എക്സാമ്പിളായി പറഞ്ഞാൽ ഫയൽ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് എൻകോഡ് ചെയ്ത് മറ്റെന്തെങ്കിലും ഒരു വാക്കായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ഇതാണൊരു സിൻടാക്സ്. സോ ഈ എൻകോഡിങ്ങിലൂടെ ആൻറ്റിവൈറസ് സ്കാൻ ചെയ്യുമ്പോഴത്തേന് ഇവർക്കിത് മനസ്സിലാകില്ലേ, എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. സോ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു നോർമൽ കണ്ടൻ്റായിട്ട് ഇതിനെ പാസ് ചെയ്യാൻ അനുവദിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. സോ ഈ ഒരു 5 പില്ലേഴ്സ് വെച്ചിട്ടാണ് നമ്മളുടെ മെറ്റാസ്പ്ലോയിറ്റ് റൺ ചെയ്തത്. സോ ഈ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് നമ്മുടെ കാലിമഷൽ ബൈ ഡിഫോൾട്ടാണ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിക്കലി അല്ല,
സോ നമ്മളുടെ ബാക്കിയുള്ള എന്നാ പോലുള്ള ടൂൾസ് ഉപയോഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നോൺ ഗ്രാഫിക്കലാണെന്ന്. സോ അതേപോലെയാണ് നമ്മളുടെ മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ടു മെത്തേഡ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ടാലി മെഷീനിൽ പോയിട്ട് അവിടെ മെറ്റാസ്പ്ലോയിറ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ പോപ്പ് വരും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഇതാണ് മെത്തേഡ് 2. ഞാൻ ഉപയോഗിക്കുന്ന ഇതേ മെത്തേഡാണ്. ജസ്റ്റ് നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുക. ടെർമിനലിൽ പോയിട്ട് നമ്മൾ MSF കൺസോൾ എന്ന് ടൈപ്പ് ചെയ്യുക. MSF കൺസോൾ എന്ന് വെച്ചാൽ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് കൺസോൾ. ഇതാണ് MSF കൺസോൾ. സോ ഇതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് MSF6 ഇതാണ് ഇതിൻ്റെ കറണ്ട് വേർഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു വിൻഡോ ഓപ്പണായി വരും. സോ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. സോ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വരുന്നത് MSF6 എന്ന് മാത്രമായിരിക്കും. ഇവിടെ നമുക്ക് വേണ്ട കണ്ടന്റ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്യാം. അതായത് ഇതൊരു കുറേ ബേസിക് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം നമുക്ക് വേണ്ട എന്താണോ അത് സെർച്ച് ചെയ്താൽ ഇത് നമുക്ക് കൊണ്ടുതരും. എന്നാൽ സെർച്ച് ചെയ്യാൻ നമുക്ക് സെർച്ച് ബാറോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഓപ്ഷൻസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം ജസ്റ്റ് അവിടെ സെർച്ച് എന്നൊരു കീവേഡ് യൂസ് ചെയ്യുക. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് സെർച്ച് എന്നൊരു കീവേഡ് യൂസ് ചെയ്യാം. ഇതൊരു കീവേഡാണ്. ഓക്കെ, സോ ഈ കീവേഡ് ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് സെർച്ച് ആൻഡ്രോയിഡ് എന്നാണെങ്കിൽ ആൻഡ്രോയിഡിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ വൾനറബിലിറ്റീസും അവിടെ ലിസ്റ്റ് ചെയ്ത് തരും. അതേപോലെ നമുക്ക് സെർച്ച് ചെയ്യാൻ പോകുന്നത് വിൻഡോസിനെ കുറിച്ചാണെങ്കിലോ വിൻഡോസ് എന്ന് സെർച്ച് ചെയ്താൽ വിൻഡോസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ വൾനറബിലിറ്റീസും അവിടെ സെർച്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഒരു പക്ഷേ കിട്ടുന്നത് 2000s ഓഫ് റിസൾട്ട് ആയിരിക്കും. എന്നാൽ നമ്മളുടെ റിസർച്ച് വളരെ ആക്യുറേറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് സെർച്ച് FTP എന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസൾട്ട് വരും. എന്നാൽ പർട്ടിക്കുലർ വേർഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 2.3.4 അങ്ങനെ ഒരു വേർഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട 1-2 റിസൾട്ട് മാത്രമേ അവിടെ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ സെർച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ സെർച്ച് ചെയ്ത കണ്ടൻറ്റ് നമുക്ക് കിട്ടി. സോ ഇത് കണ്ടൻറ്റ് വരുന്നത് ഇൻഡെക്സ് നമ്പർ ഉണ്ടാവും 1, പിന്നെ നമുക്ക് ഫസ്റ്റ് റിസൾട്ട്, ഇൻഡെക്സ് നമ്പർ 2, സെക്കൻഡ് റിസൾട്ട്, ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ മൗസ് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് യൂസ് എന്ന് പറയുന്ന കീബോർഡ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ യൂസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഡെക്സ് നമ്പർ ഇല്ലേ, ഇപ്പോൾ 1, 2 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ യൂസ് 1 ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് എൻ്റയർലി സെലക്ട് ചെയ്യും. യൂസ് 2 കൊടുക്കുകയാണെങ്കിൽ അത് എൻ്റയർലി സെലക്ട് ചെയ്യും. സോ നമുക്ക് വേണ്ടതിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. സോ ഇതിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന പേരോഡിൻ്റെ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ കണ്ടൻറ്റ് സെലക്ട് ആയതിനു ശേഷം ഇനിയും വേണ്ടതാണ് സെറ്റ് ഓപ്ഷൻസ്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു FTP റിലേറ്റ് ചെയ്തൊരു പേരോഡ് നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത് പേരോഡ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചില കോൺഫിഗറേഷൻസ് ഇവിടെ ചെയ്യേണ്ടി വരും. എന്നാൽ ഈ കോൺഫിഗറേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട ഇൻപുട്ട് നമുക്കവിടെ എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കവിടെ സെറ്റ് കൊടുത്ത് ഓരോന്നും സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിപ്പോൾ ഒരു IP അഡ്രസ് ആണെങ്കിൽ നമുക്ക് IP കൊടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോഴെല്ലാം സെറ്റ് എന്നൊരു കീബോർഡ് അവിടെ ഉപയോഗിക്കണം. സെറ്റ് യൂസർ സെറ്റ് പാസ്വേഡ് അങ്ങനെ നമ്മൾ സെറ്റ് എന്നൊരു കീബോർഡ് അവിടെ ഉപയോഗിക്കണം. സോ ഇതെല്ലാം ചെയ്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് നമുക്ക് എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞൊരു പേരോട് യൂസ് ചെയ്യാം. നമുക്ക് എക്സ്പ്ലോയിറ്റോ അല്ലെങ്കിൽ റൺ തുടങ്ങിയ 2 തരത്തിലുള്ള കമാൻഡ്സ് ഉണ്ട്. ഇതുപയോഗിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ കോൺഫിഗറേഷൻ വെച്ചത് എക്സിക്യൂട്ട് ചെയ്ത്
അറ്റാക്ക് നടക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. സോ നമുക്കിത് ചെയ്യണമെങ്കിൽ നമ്മളെന്ത് മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെ ഒരു മെറ്റാസ്പോർട്ട് ഫ്രെയിംവർക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. സോ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒന്നും തന്നെ പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ആകപ്പാടെ പഠിക്കേണ്ട കാര്യം എന്താണ്? സെർച്ച് എന്ന് പറയുന്ന കീവേഡ്, യൂസ് എന്ന് പറയുന്ന കീവേഡ്, സെറ്റ് തുടങ്ങിയ കുറച്ച് ചെറിയ വാക്കുകൾ മാത്രം പഠിച്ചാൽ നമുക്ക് ഇതിനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ മെറ്റാസ്പോർട്ടിനെ വെച്ച് ഞാൻ ഒരു സിമ്പിൾ പ്രാക്ടിക്കലും ഒരു അഡ്വാൻസ് പ്രാക്ടിക്കലും ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ നേരെ പ്രാക്ടിക്കലോട്ട് പോവുകയാണ്.